സദാ സദാ സദാ. ഈ പാട്ട് പാടിയതൊരു മലയാളിയാണ്, കാസർഗോട്ടുകാരൻ രമേശ് ചന്ദ്ര. 21 കൊല്ലം മുമ്പ് കന്നഡയിലെ മികച്ച പിന്നണി ഗായകനായി രമേശ്. ನಿನ್ನ ನೋವು ನನಗಿರಲಿ, ನೆಮ್ಮದಿ ಸವಿ ನಿನಗಿರಲಿ, ಸದಾ ಕಾಯುವೆ ಓ ಮಲ್ಲಿಗೆ, ನಿನ್ನೊಂದಿಗೆ ನಾನಿಲ್ಲವೇ ಸದಾ ಸದಾ സദാ. യേശുദാസിന്റെ പാട്ട് മാത്രം കേട്ടു വളർന്ന ഒരു കുട്ടിക്കാലമാണ് രമേശ് ചന്ദ്രയുടേത്. 4 പാട്ട് കേട്ട് കഴിയുമ്പോഴേക്കും വീട്ടിൽ നിന്ന് സ്കൂളെത്തും. ഞാൻ പഠിക്കുന്ന കന്നഡ ആയെങ്കിലും വീട്ടിൽ സംസാരിക്കുന്ന മലയാളം, ബട്ട് പാട്ടുകൾ കേൾക്കുന്ന മലയാളം മാത്രം കൂടുതലാണ്. അതിലും ദാസേട്ടൻ്റെ പാട്ടുകൾ ജാസ്തി. കൂട്ടുകാർ കളിയാക്കിയപ്പോൾ ആദ്യമായി അവസാനമായും രമേശ് ചന്ദ്ര മത്സരത്തിൽ പങ്കെടുത്തു. അന്ന് എനിക്ക് പാടാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ SSLC വരെ അങ്ങനെ മൂടി വെച്ചു. ഞാൻ പാടുന്നത് എനിക്ക് മാത്രം കേൾക്കുന്ന പോലെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ എനിക്ക് SSLC എൻ്റെ ഫ്രണ്ട്സെല്ലാം കൂടിയിട്ട് കുറച്ച് ഇൻസൾട്ടാക്കി. നീ എന്ത് യൂസില്ല, ഇത്രയും നന്നായിട്ട് പാടിയിട്ട് വെച്ചില്ല. അങ്ങനെ അവർക്ക് ആർക്കും അറിയാണ്ട് ഒരു യൂത്ത് ഫെസ്റ്റിവലിന് പാടി ഞാൻ. അതാണ് എൻ്റെ ആദ്യത്തെ തുടക്കം, ആൾക്കാരുടെ മുമ്പിലുള്ള ഒരു തുടക്കം. അന്ന് പാടി പിന്നെ അത് എല്ലാവരും ഒരു ഞെട്ടിച്ചു എന്ന് പറയാം. ഒരു ഫസ്റ്റ് പ്രൈസാണ് എനിക്കന്ന്. അതേ ഫസ്റ്റ് പ്രൈസ്, അതേ ലാസ്റ്റ് പ്രൈസ്. അതിനുശേഷം ഏത് കോമ്പറ്റീഷനും പോയിട്ടില്ല. 5 ആണ്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും കന്നഡത്തിൽ മികച്ച പിന്നണി ഗായകനായി. ഞാൻ ബാംഗ്ലൂർ പോകുന്നതിനേക്കാളും ഒരുപാട് മാപ്പിള പാട്ടുകൾ പാടിയിരുന്നു. ഒരുപാട് പാടിയിരുന്നു. ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിരുന്നു, CD ഒക്കെ പാടിയിരുന്നു. അപ്പോൾ എനിക്ക് ആ പാട്ട് പാടാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾക്ക് എനിക്ക് കേട്ടിട്ട് ആദ്യം കുറച്ച് ചിരി വന്നു. അയ്യോ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ. കാരണം കന്നഡത്തിൽ അങ്ങനത്തെ ഒരു ട്യൂണില്ല. അത് പക്കാ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു സ്റ്റൈലാണത്. ಅರಬಿಯ ಕಡಲಲ್ಲಿ ಬಂದವನು ಕಣ್ಣಲ್ಲಿ ಸೂಸುವ ಹೂಮಳೆಗೆ, ಮರೀಚಿಕೆ ಹೊಳೆಯುವ ನಾಡಿನಲ್ಲಿ ಮಧು ಪ್ರೇಮದ ಸುಧೆಯೇ ಹರಿಯುವುದು. ಅರಬಿಯ ಕಡಲಲ್ಲಿ ಬಂದವನು ಕಣ್ಣಲ್ಲಿ ಸೂಸುವ ಹೂಮಳೆಗೆ, ಮರೀಚಿಕೆ ಹೊಳೆಯುವ ನಾಡಿನಲ್ಲಿ ಮಧು ಪ್ರೇಮದ ಸುಧೆಯೇ ಹರಿಯುವುದು. പുതിയ ട്രെൻഡ് എന്തുമാകട്ടെ, നല്ല പാട്ടുകൾ തിരിച്ചു വരുമെന്ന് രമേശ് ചന്ദ്ര. ഇപ്പോഴത്തെ ലിറിക്സ് കേൾക്കാൻ വയ്യ, ബട്ട് ജനങ്ങൾ അതിനെ ഒരുപാട് ഇപ്പോഴത്തെ ട്രെൻഡെല്ലാം സ്വീകരിക്കുന്നത് കൊണ്ട് അത് അങ്ങനെ പോകുന്നു. ബട്ട് ഇത് കുറേ സമയമൊന്നും ഉണ്ടാവില്ല. എഗെയിൻ പിന്നെ മെലഡി എന്തായാലും എൻട്രി ആവും. ഇപ്പം തന്നെ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്, അതിനെന്തായാലും പിക്കപ്പ് ആവും. 2 പതിറ്റാണ്ടിലേറെ കാത്തിരുന്ന ശേഷം ആദ്യമായി മലയാളത്തിൽ പാടുകയാണിപ്പോൾ രമേശ്. ജെൻഡേഴ്സിനെ ഒരു കോൺസെൻട്രേഷൻ ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ അവർക്കുള്ളൊരു വോയിസാണ്. കാരണം ഇതുവരെ ഞാൻ അങ്ങനെ ഒരു വോയിസിൽ ഇതുവരെ ഞാൻ പാടിയിട്ടില്ല. എൻ്റെ അതെല്ലാം മെലഡി പാട്ടുകളായതുകൊണ്ട് അങ്ങനെ ഒരു ഡിഫറെൻ്റ് ഒരു വോയിസിൽ ഞാൻ ഇതുവരെ പാടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ത്രില്ലാണ് ഇതെങ്ങനെ പുറത്ത് വരും എന്ന് പറഞ്ഞിട്ട്. കഥന നിദാനം നാഹം ജാനേ മോക്ഷ കവാടം നാഹം ജാനേ ജാനകി ജാനേ രാമ 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 ജാനകി ജാനേ രാമ. പ്രജോഷിനൊപ്പം K. മധു, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.